ഐസ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പുതിയ സ്റ്റഡി ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുതിയ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് എൻ്റെ പുതിയ സ്റ്റഡി ടേബിളിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കുന്നതും അതൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ സ്റ്റഡി ടേബിള്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ തന്നെയാണ് സ്റ്റഡി ടേബിൾ അടിച്ചിട്ടുള്ള കളർ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ നിങ്ങൾക്ക് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത് എൻ്റെ ഒരു ഓർഗനൈസറാണ്. യെല്ലോ കളറായിട്ടുള്ള ഒരു ഓർഗനൈസർ ഞാൻ ഉണ്ടാക്കിയതാണ് കാർഡ്ബോർഡ് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിളിലേക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഓർഗനൈസറാണ്. അപ്പോൾ പിന്നെ ഞാനൊരു ബ്ലൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പിങ്ക് ആയിരുന്നു, അത് ആകെ എന്തോ പോലെ എനിക്ക് തോന്നിയപ്പോൾ ബ്ലൂ ആക്കിയതാണേ. അപ്പോൾ അത് അതിന് കണ്ണും വായും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ കുറച്ച് ഫേവറേറ്റ് പെന്നുകളാണ്. അപ്പോൾ ഇത് 10 ഇങ്കുള്ളൊരു ഒറ്റ പേനയിൽ തന്നെ 10 ഇങ്കുള്ള ഒരു പേനയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രൊജക്റ്റും കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഒരു പേനകൾ ഇങ്ങനെ ഒരേ പല കളറുള്ള പേനകൾ ഇങ്ങനെ ഒറ്റയിലുള്ളപ്പോൾ സുഖമാണല്ലോ നമുക്ക്. പ്രൊജക്റ്റിനൊക്കെ നല്ലതല്ലേ വെച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് 2 വാങ്ങിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഒന്ന് യൂണിക്കോണിൻ്റെ. അപ്പോൾ ഇത് എല്ലാവരുടെ കയ്യിലുണ്ടാവുന്നതായിരിക്കും ഈ യൂണിക്കോണിൻ്റെ. ഇപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ടുള്ളത്. പിന്നെ എനിക്കിഷ്ടമായത് ഒരു കുടപ്പേനയാണ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ കാണിക്കുന്നുമുണ്ട്. അത് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ. എനിക്ക് അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഞാൻ പേന കണ്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഓർഗനൈസറിലാണ് ഇതൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു രസം ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പിന്നെ എനിക്ക് വൈറ്റ് ബോർഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇതിൽ തന്നെ വെക്കുക. ഈ ഓർഗനൈസറിലല്ല വൈറ്റ് ബോർഡിൻ്റെ മാർക്കറൊക്കെ വെക്കുന്നത് കേട്ടോ. പിന്നെ സ്കെച്ച് ഞാൻ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്, നന്നായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. മറ്റേത് ഇങ്ങനെ കൂട്ടി വെക്കാത്തപ്പോൾ സ്പേസ് അധികം കിട്ടുന്നില്ല ഗൈസ്. പിന്നെ ഇങ്ങനെ കൂട്ടി വെച്ചപ്പോൾ ഇഷ്ടം പോലെ സ്പേസ് കിട്ടി. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാനൊരു സ്കെയിലും വെച്ചിട്ടുണ്ട്. ഒരു 3 സ്കെയിൽ വെച്ചിട്ടുണ്ട്. 2 30 സെൻറ്റിമീറ്റർ, 1 20 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്ററാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാറ് കേട്ടോ. ബോക്സിൽ കൊള്ളുന്നത് അതാണ്. ചിലപ്പോൾ പൗച്ചെടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം നിങ്ങൾ ചോദിക്കും നീ 2 30 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരെണ്ണം പുതിയത് വാങ്ങിയതാണ്. അത് മറ്റേത് പഴയ ഏതോ കാലത്തൊട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ പഴയതാണ്. അപ്പോൾ അത് ഞാൻ പ്രൊജക്റ്റിന് ഓരോന്നൊക്കെ യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് പോലെ എന്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് എക്സാമിനൊക്കെ വലുത് വേണ്ടി വരും. അപ്പോൾ വലുത് അതിന് വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ പെൻസിൽ കാണിക്കാൻ മറന്നുപോയി. 7 മാറ്റി വെക്കുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പെർമനൻറ്റ് മാർക്കർ ബ്ലൂ, ബ്ലാക്ക്, പിന്നെ 3D മാർക്കർ ബ്ലൂ, പിന്നെ ഹൈലൈറ്റർ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു ഗ്രീൻ മാർക്കർ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സത്യം പറയാലോ ഗൈസ്, ഞാൻ ഈ വെക്കുന്ന സംഭവങ്ങളൊന്നും അല്ല ഗൈസ് എൻ്റെ ക്ലീനിങ് വീഡിയോയിൽ നിങ്ങൾ വരാൻ പോണത്. ഇപ്പം കുറച്ച് സാധനങ്ങൾ എൻ്റെ സ്റ്റഡി ടേബിൾ വെച്ചിട്ടുള്ളൂ. വന്നല്ലേ ഉള്ളൂ എന്ന് വെച്ച് കുറച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1 മാസത്തിന് ശേഷമാണ് വീഡിയോ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് 1 മാസത്തിന് ശേഷമാണ് ഈ എഡിറ്റ് ചെയ്യണത്. അതുകൊണ്ട് ക്ലീനിങ് വീഡിയോ ഉറപ്പായും വരുന്നതായിരിക്കും 1 മാസം. കാരണം പുതിയ സ്റ്റഡി ടേബിൾ അല്ലേ, ക്ലീനാക്കാൻ ഒരു എക്സൈറ്റഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് ശേഷം ഉറപ്പായും ക്ലീനിങ് വീഡിയോ വരുന്നത്. അപ്പം നിങ്ങൾ ഞെട്ടും. ഞാൻ ഇതിൽ വെക്കുന്നതിനേക്കാളും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതിൽ ആകെ മാറിക്കെടുക്കുന്നുണ്ടാവും. ഇതിൽ വെക്കുന്ന പോലെ ആയിരിക്കില്ല അതിൽ ഇതിനേക്കാൾ ഇരട്ടി സാധനങ്ങൾ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ 3 പെൻസിൽ നിങ്ങൾ വെക്കുന്നത് എന്തിനാവും 3 പെൻസിൽ വെച്ചിട്ടുള്ളത്? ഒരു രസം നിറഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ സ്റ്റഡി ടേബിളിൽ സിസറും അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ റേസറും കട്ടറൊക്കെ വെച്ചു. ടെക്സ്റ്റ് വായിക്കുമ്പോൾ റേസറിൻ്റെ ആവശ്യം വരും, അണ്ടർലൈൻ ചെയ്ത് വായിക്കും. പിന്നെ ഒരു കോമ്പസ് പിന്നെയാണ് ഞാൻ മറന്നത്. അപ്പം ഞാൻ കോമ്പസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പണികൾ ഉള്ളൂ ഗൈസ്. അപ്പോൾ വൈറ്റ് ബോർഡ് സുഖമാണ് ഇപ്പോൾ പഠിക്കാനായിട്ട്. സ്റ്റഡി ടേബിളിൻ്റെ തൊട്ട് മേലെ തന്നെയാണ് വൈറ്റ് ബോർഡ്. ഞാനത് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെ ഇതെൻ്റെ ഒരു പൗച്ചാണ്. ഞാൻ സിപ്പ് ബാക്ക് പൗച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ വൈറ്റ് ബോർഡ് മാർക്കർ ഇട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കില്ല വൈറ്റ് ബോർഡ് മാർക്കർ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ വൈറ്റ് ബോർഡൊക്കെ വയ്ക്കും. നിങ്ങൾ വിചാരിക്കുന്നത് എന്തോരം മാർക്കറാണ് വൈറ്റ് ബോർഡിന് വേണ്ടി. സത്യം പറഞ്ഞാൽ അതിലൊക്കെ കുറച്ചുള്ളൂ. ഞാൻ തികച്ച് ഇങ്ങനെ എഴുതുമ്പോഴേക്കും പിന്നെ അത് പുതിയത് വാങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അതെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് കാണിച്ചിട്ടുള്ളൂ. എനിക്ക് ഫുള്ളായി കാണിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്. ഫുള്ള് കാണിക്കുന്ന ഒരു വീഡിയോ എടുത്തതായിരുന്നു, പക്ഷെ അത് പോയി, എൻ്റെ കയ്യിൽ തെറ്റി ഡിലീറ്റായിപ്പോയി. അപ്പോൾ ഇത്ര ഞാൻ ഒതുക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര സുഖമാണ്. വൈറ്റ് ബോർഡ് മുകളിലായ കാരണം എഴുതിയിട്ട് തന്നെ താഴെ നിന്ന് പഠിക്കാം. അപ്പം നമുക്ക് അടിയിലേക്ക് പോകാം. ഒരു കീച്ചൻ വെച്ചിട്ടുണ്ട് വലിയ ഒരു കുഞ്ഞി കുട്ടി
ഇരിക്കുന്ന ഒരു നല്ല രസമുള്ളൊരു കിച്ചനായിരുന്നു വെച്ചത്. അപ്പോൾ ഫയൽസാണ് ഞാൻ ആദ്യം വെക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പേപ്പർ ഒന്നും ഇടുന്നില്ലേ, കളർ പോവില്ലേ? പേപ്പർ ഞാൻ ഇപ്പം ഇടുന്നില്ല. ഫസ്റ്റത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിന് പേപ്പർ ഇടാത്തതാണ്. പക്ഷേ ഇനി ഞാൻ പേപ്പർ ഇടാം, അല്ലെങ്കിൽ എനിക്കറിയാം കളർ പോകുന്നുള്ള കാര്യം. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് ഫയൽസ് വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പ്രൊജക്റ്റ് മാത്രമായിട്ട് വെക്കാം. പിന്നെ സ്കൂളിൽ തന്നെ ഒരു ഫയൽ കൊടുക്കണം. ഞാൻ ഈ ബ്ലൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സ്കൂളിൽ കൊടുക്കണം. അവർക്ക് കൊടുക്കുന്ന പ്രൊജക്റ്റൊക്കെ അവർ അതിൽ സൂക്ഷിക്കണം. ബാക്കി ഫയലും ഒരുപാട് കാര്യങ്ങൾക്കാണ്. പിന്നെ എൻ്റെ കുറച്ച് എബോ ഷീറ്റ്സ് എൻ്റെ ഒരു പഴയ ഫയലിലാക്കി എടുത്ത് വയ്ക്കുന്നുണ്ട് പ്രൊജക്റ്റിന് വേഗം എടുക്കാനായിട്ട്. പിന്നെ ഇതെൻ്റെ ഒരു ബോക്സാണ്, ബ്ലൂ കളറായിട്ട് പഴയ ബോക്സാണ്. അതിൽ ഞാൻ എൻ്റെ ഷെയ്ഡിങ് പെൻസിൽസും റബ്ബറാണ് വെച്ചത് ഡ്രോയിങ് ക്ലാസ്സിനായിട്ട് സ്കൂളിൽ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ ഒരു പൗച്ചിൽ എൻ്റെ വാട്ടർ കളറും കളർ പെൻസിൽസും ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതും ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പോഞ്ച് എനിക്ക് പെയിൻറ്റിങ്ങിനൊക്കെ വേണ്ടി, ബോട്ടിൽ ആർട്ടിൻ്റെ പെയിൻറ്റിങ് അതിനൊക്കെ വേണ്ടിയിട്ട് സ്പോഞ്ച് എടുത്ത് വയ്ക്കുന്നുണ്ട്. സ്റ്റാപ്ലറിൻ്റെ മറ്റേ സംഭവം എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രൊജക്റ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യവും എനിക്ക് കൂടി വരുമല്ലോ. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.